നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷിച്ച വിശ്വാസികൾ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിര കുർബാനയും തിരുപ്പിറവി ശുശ്രൂഷകളും നടന്നു. കോടാലി കൊറേച്ചാൽ ശ്രീകിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് കോടാലി ടൗൺ സെറ്റിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് നടന്ന താലി എഴുന്നള്ളിപ്പ് വർണ്ണക്കാഴ്ചയായി. ചാലക്കുടിയിൽ വ്യത്യസ്ത വാഹന അപകടങ്ങളിലായി 2 മരണം. കാടുകുറ്റിയിലും മേലൂരിലുമായിരുന്നു അപകടങ്ങൾ. ക്രിസ്മസ് ആഘോഷത്തിനിടെ ബെവ്കോയിൽ വിറ്റത് 154.77 കോടിയുടെ മദ്യം. ഒന്നാമതെത്തിയത് ചാലക്കുടി. വിശദമായ വാർത്തകളിലേക്ക്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷിച്ച വിശ്വാസികൾ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ഉൾക്കൊണ്ട് ലോകമെങ്ങും വലിയ ആഘോഷത്തോടെയാണ് വിശ്വാസികൾ ക്രിസ്മസിനെ വരവേറ്റത്. കേക്ക് മുറിച്ചും പുൽക്കൂട് ഒരുക്കിയുമെല്ലാമാണ് സന്തോഷം പങ്കിടുന്നത്. ക്രിസ്മസ് തലേന്ന് രാത്രി തെരുവീഥികൾ കാരൽ സംഘങ്ങൾ കൈയടക്കി. ക്രൈസ്തവ ദേവാലയങ്ങളിലെല്ലാം പാതിര കുർബാനയും തിരുപ്പിറവിയോടനുബന്ധിച്ച് പ്രത്യേക ശുശ്രൂഷകളും ഉണ്ടായിരുന്നു. എല്ലാ പ്രേക്ഷകർക്കും NCTVയുടെ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസിനോടനുബന്ധിച്ച് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറൂന പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനായി. തിരുപ്പിറവി ശുശ്രൂഷകൾക്കു ശേഷം പിറവി പ്രദക്ഷിണം നടന്നു. പാതിര കുർബാനയ്ക്ക് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തൃശൂരിലെ വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പിറവി കർമ്മങ്ങൾ നടന്നു. 100 കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവി കർമ്മങ്ങളിൽ തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വള്ളൂരാൻ, കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, സഹവികാരിമാരായ ഫാദർ സെബി വെളിയൻ, ഫാദർ ജിയോ വേലുക്കാരൻ, ഫാദർ അലക്സ് മാപ്രാണി എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപവും പ്രദക്ഷിണമായി കത്തീഡ്രൽ അങ്കണത്തിൽ ഒരുക്കിയ പുൽക്കോട്ടിൽ പ്രതിഷ്ഠിച്ചു. വിശുദ്ധ കുർബാനയ്ക്കു ശേഷം സന്നിഹിതരായവർക്കെല്ലാം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രന്റെ MLA ഓഫീസിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. MLA പുതുക്കാട് ഫൊറൂന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത്, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. ഒരു ക്രിസ്മസ് കാലത്തിന്റെ ഓർമ്മയ്ക്കായി ഭരത പുനർജീവൻ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച 43 സെന്റ് സ്ഥലത്ത് 13 നിർധന കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുന്നു. ബോൺ നഥാലെ ക്രിസ്മസ് ഗ്രാമം എന്ന പേരിലാണ് ഭരത പുനർജീവൻ ആശ്രമത്തിന് സമീപം ഭവന സമുച്ചയം ഒരുങ്ങുന്നത്. ശരീരം തളർന്നിട്ടും മനസ്സ് തളരാത്തവരോടൊപ്പം പ്രവർത്തിക്കുന്ന പുനർജീവനായി കല്ലൂർ കാവല്ലൂർ പഴൂങ്കാരൻ അന്തോണിയും കുടുംബവുമാണ് 43 സെന്റ് സ്ഥലം ദാനമായി നൽകിയത്. പഴുകര അന്തോണി ചേട്ടൻ്റെ വൈഫ് മരിച്ചതിൻ്റെ 3-ാം ചരമവാർഷികത്തിൽ 3 പുനർജീവൻ്റെ ശരീരം തളർന്ന മക്കൾക്ക് ഭവനം പണിയാനായിട്ട് ഭൂമി തരികയാണ് ആദ്യം ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ വാൽനക്ഷത്രത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ആ കാഴ്ചപ്പാട് കണ്ടപ്പോൾ അന്തോനേട്ടൻ മനുവിനോട് പറയുകയാണ്, മനു നമ്മുടെ മുഴുവൻ സ്ഥലം ബ്രദറിലൂടെ നിർധനരും നിരാലംബർക്കും അർഹതപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാം. ആ തീരുമാനമാണ് ഞാൻ ബോണ്ണത്താല കമ്മിറ്റിയിൽ സമർപ്പിച്ചത്. അത് 13 പ്ലോട്ടാക്കി തിരിച്ച് 13 ഭവനം പണിയാൻ തരത്തിലേക്ക് വഴിയിട്ട് പ്ലാൻ ഒരുക്കി മനുവിൻ്റെ സാന്നിധ്യത്തിലും പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഉറച്ച കരുത്ത് പോലെ നിന്ന പഴുകാരൻ അന്തോണി ചേട്ടൻ്റെ സാന്നിധ്യത്തിൽ പിതാക്കന്മാരുടെ ജന്മദിനത്തിൽ ബോണ്ണത്തല കമ്മിറ്റിക്ക് പിതാക്കന്മാർക്ക് ജന്മദിന ഗിഫ്റ്റായിട്ട് ഈ 13 പ്ലോട്ടുകളുടെ സമർപ്പണം നടത്തുകയാണ് ഞങ്ങൾ ചെയ്തത്. അതിലെ ആ പൂർണ്ണത, അതിൻ്റെ ജെന്യുവിൻ കണ്ടപ്പോൾ 2 പിതാക്കന്മാരും കൂടി ആ ജന്മദിനത്തിൽ ആനയേട്ടനെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയായിരുന്നു. ആ ആദരവല്ല, അതേസമയം അതിലൂടെ സമൂഹത്തിന് കൊടുത്ത ഒരു വെളിച്ചമുണ്ട്. തങ്ങളുടെ കയ്യിലുള്ളത് പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു മനോഭാവം യഥാർത്ഥത്തിൽ അന്തോണി ചേട്ടൻ ഞങ്ങൾക്കാണ് തന്നത്. ഞാനും എൻ്റെ നിർധനരായ മക്കളും ആലോചിച്ചപ്പോൾ നമുക്ക് അല്ല, ഭവനമോ ഭൂമിയോ ഇല്ലാത്ത ഈ ദേശത്തെ അർഹതപ്പെട്ടവർക്ക് കിട്ടുവാൻ ബോണ്ണത്താല കമ്മിറ്റിക്ക് സമർപ്പിക്കാൻ ഞാനും എൻ്റെ മക്കളും വീൽ ചെയറിലോടുകൂടി ആന്റണി ചേട്ടൻ്റെ കുടുംബത്തോടൊപ്പം
കരുണയുടെ ദിനമായ പിതാക്കന്മാരുടെ ജന്മദിനത്തിൽ ചെന്ന് പങ്കുചേരുകയും അതിലൂടെ ആ കമ്മിറ്റി ഏറ്റെടുത്ത് ഈ ഭവനങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ 10ാം വാർഷികമാണ് ബോണത്തല്ലയുടെ. ഈ 10 വർഷത്തിലും ഈ വീൽ ചെയറിലിരുന്ന് ഞങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരു കൂട്ടായ്മയാണ് പുനർജീവൻ. മറാൻഡ്രൂസ് താഴത്തിന്റെയും മാർ ജേക്കബ് തൂങ്കുഴിയുടെയും ജന്മദിനത്തിൽ പുനർജീവൻ ഡയറക്ടർ ബ്രദർ മാത്യൂസ് ചുങ്കത്ത് നിർദ്ദിഷ്ട ഭൂമി കാരുണ്യ ദിനത്തിന്റെ ഭാഗമായി ആർച്ച് ബിഷപ്പുമാർക്ക് സമർപ്പിച്ചു. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത 13 പേർക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആർച്ച് ബിഷപ്പുമാർ ഈ ഭൂമി ബോൺ നഥാലെ സംഘാടക സമിതിക്ക് കൈമാറി. ക്രിസ്മസിന് അമ്മയുടെ ഓർമ്മയ്ക്കായി പുനർജീവന ആശ്രമത്തിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത് അപ്പച്ചൻ. പുനർജീവനാശ്രമം ബോണത്താല പരിപാടിക്ക് തൃശ്ശൂർ അതിരൂപത കമ്മിറ്റിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അവരാണ് ഇതിൽ വീടുകൾ പണിയാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ബോൺ നഥാലെ ആഘോഷത്തിനു ശേഷമാണ് കാരുണ്യ പ്രവർത്തികളെക്കുറിച്ച് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുക എന്ന് അതിരൂപത വൃത്തങ്ങൾ അറിയിച്ചു. കോടാലി കൊരേച്ചാൽ ശ്രീ കിരാത പാർവതി ക്ഷേത്രത്തിലെ കാർത്തിക ഉത്സവം ഭക്തിസാന്ദ്രം. ആഘോഷത്തിന്റെ ഭാഗമായി ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ്, പൂരം വരവ്, പഞ്ചാരിമേളം, കാഴ്ചശീവേലി, പാണ്ടിമേളം, താലിവരവ്, തായമ്പക, കാർത്തിക വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. കൊരേച്ചാൽ സെന്റർ, തെക്കുമുറി, ചെട്ടിച്ചാൽ, കോടാലി ആൽത്തറ, കൊരേച്ചാൽ ചിറ, നവദേശം, ഉദയദേശം എന്നീ പൂരസംഘങ്ങൾ ആഘോഷത്തിൽ പങ്കാളികളായി. കൂട്ടിയെഴുന്നള്ളിപ്പിന് 13 ആനകൾ അണിനിരന്നു. മാവേലിക്കര ഗണപതി ഭഗവതിയുടെ തിടമ്പേറ്റി. പാണ്ടിമേളത്തിന് പെരുവനം സതീശന്മാരാരും, പഞ്ചാരിമേളത്തിന് കൊടകര ഉണ്ണിയും, തായമ്പകയ്ക്ക് അരുൺ പാലാഴിയും നേതൃത്വം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരി, മേൽശാന്തി വെങ്ങഴിശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കോടാലി കൊരേച്ചാൽ ശ്രീ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് കോടാലി ടൗൺ സെറ്റിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് നടന്ന താലി എഴുന്നള്ളിപ്പ് വർണ്ണക്കാഴ്ചയായി. തെയ്യം, തിറ, കരകാട്ടം, ചെണ്ടുകാവടി, മയൂരനൃത്തം, പഞ്ചദേവ നൃത്തം, ഗരുഡ നൃത്തം, നാഗനൃത്തം, ദഫ്മുട്ട്, കോൽക്കളി, ബാൻഡുവാദ്യം, ശിങ്കാരിമേളം, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടി. താലി എഴുന്നള്ളിപ്പിന് സാക്ഷ്യം വഹിക്കാൻ വൻ ജനാവലിയാണ് കോടാലിയിലെത്തിയത്. കാടുകുറ്റിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച് യുവാവ് മരിച്ചു. കാടുകുറ്റി സ്വദേശി 35 വയസ്സുള്ള മെൽവിൻ പിൻഹീറോയാണ് മരിച്ചത്. ഞായറാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. ജംഗ്ഷനിലെ കപ്പേളയുടെ മതിലിലാണ് നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണാണ് ഗുരുതരമായി പരിക്കേറ്റത്. തുടർന്ന് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. ചാലക്കുടി മേലൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് 5 അടിയോളം താഴ്ചയുള്ള പാടശേഖരത്തിലേക്ക് വീണ് യുവാവ് മരിച്ചു. ചാലക്കുടി വിയാർപുരം സ്വദേശി 23 വയസ്സുള്ള ബിനുവാണ് മരിച്ചത്. കുന്നപ്പുള്ളിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ പോയി തിരികെ മടങ്ങുമ്പോഴായിരുന്നു അപകടം. തിങ്കളാഴ്ച രാവിലെ 6ഓടെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ക്രിസ്മസ് ആഘോഷത്തിനിടെ ബെവ്കോയിൽ വിറ്റത് 154.77 കോടിയുടെ മദ്യം. ഒന്നാമതെത്തിയത് ചാലക്കുടി. 3 ദിവസം കൊണ്ട് ബെവ്കോ ഔട്ട്ലെറ്റ് വഴി മാത്രം 154.77 കോടിയുടെ മദ്യമാണ് വിറ്റത്. ക്രിസ്മസ് തലേന്നായ ഞായറാഴ്ച ഔട്ട്ലെറ്റ് വഴി മാത്രം 70.73 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നു. സംസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷവേളയിൽ റെക്കോർഡ് മദ്യവിൽപ്പനയാണ് ഇത്. 3 ദിവസം കൊണ്ട് വെയർഹൌസ് വിൽപ്പന ഉൾപ്പെടെ മൊത്തം 230.47 കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റത്. കഴിഞ്ഞ വർഷം 210.35 കോടിയുടെ മദ്യമാണ് ഈ ദിവസങ്ങളിൽ വിറ്റത്. ബെവ്കോ ഔട്ട്ലെറ്റ് വഴി മാത്രം 154.77 കോടിയുടെ മദ്യമാണ് ഇത്തവണ വിറ്റത്. ക്രിസ്മസ് തലേന്നായ ഞായറാഴ്ച ഔട്ട്ലെറ്റ് വഴി മാത്രം 70.73 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്ന് 69.55 കോടിയുടെ മദ്യമാണ് വിറ്റിരുന്നത്. 22 മുതൽ 24 വരെ മദ്യവിൽപ്പന കണക്കിലും ഇത്തവണ വർധനയുണ്ട്. ഡിസംബർ 22-ന് 75.70 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ഈ വർഷം നടന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 22-ന് 65.39 കോടി രൂപയുടെ മദ്യമാണ് വിറ്റിരുന്നത്. ഡിസംബർ 23-ന് ഈ വർഷം 84.04 കോടി രൂപ മദ്യവിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 75.41 കോടി രൂപ മദ്യവിൽപ്പനയാണ് നടന്നത്. ക്രിസ്മസ് തലേന്ന് റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിലാണ്. ചങ്ങനാശ്ശേരി ബെവ്കോ ഔട്ട്ലെറ്റ് ആണ് മദ്യവിൽപ്പനയിൽ 2ാം സ്ഥാനത്തെത്തിയത്. 62.87 ലക്ഷം രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. 3ാം സ്ഥാനം ഇരിങ്ങാലക്കുടയ്ക്കാണ്. 62.31 കോടി രൂപയുടെ മദ്യമാണ് ഇരിങ്ങാലക്കുടയിൽ വിറ്റത്. ചെങ്ങാലൂർ ശ്രീനാരായണപുരം SNDP ശാഖയിലെ ശാന്തി ഗുരുദേവ കുടുംബ യൂണിറ്റിന്റെ 7ാമത് വാർഷികാഘോഷം നടത്തി. ഐക്കരത്തറ തിലകന്റെ വസതിയിൽ നടന്ന വാർഷിക പൊതുയോഗം യോഗം ഡയറക്ടർ KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു.
യൂണിയൻ വൈസ് പ്രസിഡന്റ് ബേബി കീടായി, ശാഖാ പ്രസിഡന്റ് വിനോദ് പൊഴേക്കടവിൽ, സുരേഷ് ചിറ്റയത്ത്, സുനിൽ ആറ്റപ്പറമ്പിൽ, PV കുമാരൻ, വിനോദ് വാലിപ്പറമ്പിൽ, വിനീത സഹദേവൻ, സുനിത വേണു എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിൽ 800 മീറ്ററിൽ സ്വർണവും 400 മീറ്ററിൽ ഹഡിൽസിൽ സ്വർണവും ട്രിപ്പിൾ ജമ്പിൽ വെള്ളിയും കരസ്ഥമാക്കിയ തൃക്കൂർ പഞ്ചായത്തിലെ ആദൂരിൽ ബിജിത വേണുവിനെ TN പ്രതാപൻ MP വീട്ടിലെത്തി അനുമോദിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഷെന്നി ആന്റോ പനോക്കാരൻ, കല്ലൂർ ബാബു, സുനിൽ മുളങ്ങാട്ടുകര, പ്രിബനൻ ചുണ്ടേലപ്പറമ്പിൽ, പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി, ഹേമലത സുകുമാരൻ, മോഹനൻ തോഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, ജിഷ ഡേവിസ്, സലീഷ് ചെമ്പാറ എന്നിവരും MP ഉണ്ടായിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. നാഷണൽ ആയുഷ് മിഷന്റെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ആയുർവേദ നഴ്സിനെ നിയമിക്കുന്നു. യോഗ്യത ANM കോഴ്സ് പാസ്സായിരിക്കണം. 1 വർഷത്തിൽ കുറയാത്ത സർക്കാർ അംഗീകൃത ആയുർവേദ നഴ്സ് കോഴ്സ് പാസ്സായിരിക്കണം. ഉയർന്ന പ്രായപരിധി 40 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും ഫോട്ടോയും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ ഡിസംബർ 28 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. അഭിമുഖം ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ജനുവരി 3 രാവിലെ 11 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 8130287221. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5820 രൂപ, പവന് 46,560 രൂപ. റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ തൊട്ടിപ്പാൾ മണ്ണമ്പറമ്പത്ത് ചന്ദ്രശേഖരൻ കർത്ത അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 പാറമേക്കാവ് ശാന്തിഘട്ടിൽ. ഭാര്യ ശൈലജ, ആതിര, അപർണ എന്നിവർ മക്കളും ദിലീപ്, ജ്യോതിഷ് എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര രാപ്പാൾ കാടാമ്പുഴ രാമകൃഷ്ണന്റെ മകൻ സന്തോഷ് അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ കുമാരി, ദേവിക, കൈലാസ് എന്നിവർ മക്കളും അനൂപ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രിസ്മസ് ആഘോഷിച്ച വിശ്വാസികൾ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിര കുർബാനയും തിരുപ്പിറവി ശുശ്രൂഷകളും നടന്നു. കോടാലി കൊറേച്ചാൽ ശ്രീകിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് കോടാലി ടൗൺ സെറ്റിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് നടന്ന താലി എഴുന്നള്ളിപ്പ് വർണ്ണക്കാഴ്ചയായി. ചാലക്കുടിയിൽ വ്യത്യസ്ത വാഹന അപകടങ്ങളിലായി 2 മരണം. കാടുകുറ്റിയിലും മേലൂരിലുമായിരുന്നു അപകടങ്ങൾ. ക്രിസ്മസ് ആഘോഷത്തിനിടെ ബെവ്കോയിൽ വിറ്റത് 154.77 കോടിയുടെ മദ്യം. ഒന്നാമതെത്തിയത് ചാലക്കുടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.